ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് എന്താണെന്നറിയോ? അത് പുരുഷന്മാരും ആൺകുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ വേണ്ടത്ര സംസാരിക്കുന്നില്ല, അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല എന്നതാണ്. ഞാൻ ഈ അടുത്തൊരു യൂട്യൂബ് വീഡിയോ കണ്ടു. ഓഫ് ബോയ്സ് ആൻഡ് മെൻ എന്ന പുസ്തകം എഴുതിയ റിച്ചാർഡ് റീവ്സ് എന്നൊരു എഴുത്തുകാരനുമായുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു ആ വീഡിയോ. വളരെയേറെ പ്രസക്തമായ പല കാര്യങ്ങളും ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ കേരളത്തിലും അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വാലിഡ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നായി എനിക്ക് തോന്നിയത്, നമ്മൾ ആസ് എ സൊസൈറ്റി പുരുഷന്മാരും ആൺകുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വേണ്ടത്ര സംസാരിക്കുന്നില്ല എന്നതാണ്. നമ്മളത് സംസാരിക്കാത്തത് കൊണ്ട് ഒരു വലിയ വിപത്ത് തന്നെ നമ്മുടെ മുന്നിൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായ റിഗ്രസീവ് ചിന്താഗതിയുള്ള ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ആൺകുട്ടികൾ അവരുടെ വലയിലേക്ക് വീഴുന്നു എന്നതാണ്. നമ്മുടെ ഇടയിൽ സാധാരണയായി നടക്കുന്ന ഒരു ഇൻസിഡന്റ് ഉദാഹരണമായി എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു 15 വയസ്സുള്ള ആൺകുട്ടി കുറച്ച് മാസങ്ങളായി ഒരു റിലേഷൻഷിപ്പിലാണ്. എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് അവന്റെ ഗേൾ ഫ്രണ്ട് അവനുമായുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുന്നു. അവന് ടീനേജ് പ്രായമാണല്ലോ, അല്ലെങ്കിൽ തന്നെ ടീനേജ് പ്രായത്തിലുണ്ടാകുന്ന ഹോർമോണൽ മാറ്റങ്ങൾ കൊണ്ട് അവൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. സ്വാഭാവികമായും അപ്പോൾ സംഭവിക്കുന്ന ആ ബ്രേക്കപ്പ് നേരിടുക എന്നത് അവൻ അത്ര ഈസി ആയിരിക്കില്ല. കൂടെയുള്ള ഫ്രണ്ട്സും വലിയ ചേട്ടന്മാരും അവൾ നിന്നെ തേച്ചു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുന്നു. പുറത്ത് അവൻ ചിലപ്പോൾ ചിരിച്ചു കാണിച്ചാലും ഉള്ളിൽ അവൻ ആകെ പുകയുകയാണ്. ചിലപ്പോൾ അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ ബ്രേക്കപ്പ് ചെയ്തത് അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവളുടേതായ പ്രശ്നം കൊണ്ടായിരിക്കാം. പക്ഷെ അവന്റെ പ്രശ്നം ആ സമയത്ത് മെച്യൂർഡായി ആ എക്സ്പീരിയൻസിനെ നേരിടാൻ അവനെ ആരും സഹായിക്കുന്നില്ല, അവനെ ആരും കേപ്പബിൾ ആക്കുന്നില്ല എന്നതാണ്. എന്നാൽ അവന് എങ്ങനെയെങ്കിലും അതിനൊരു ക്ലോഷർ വേണം. തന്നെ അവൾ എന്തിന് ബ്രേക്കപ്പ് ചെയ്തു എന്ന് അവൻ അറിയണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇൻസ്റ്റ തുറക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റ അൽഗോരിതം പല ടീനേജേഴ്സിനും സജസ്റ്റ് ചെയ്യുന്നത് പോലെ അവനും ആൻഡ്രൂ ടേറ്റിന്റെ വീഡിയോസ് സജസ്റ്റ് ചെയ്യുന്നു. Someone breaks in the house, I'm not sending her to fight. It's my job, right? I have to risk my life to protect her. So when someone doesn't break in the house and I ask her for breakfast, I expect it to be made. Do you think that women are property? I think my sister is her husband's property, yes. When a bride is walking down the aisle to marry the groom, the father walks next to her and gives her away. You cheater, you cheating. It's bang out the machete, boom in her face, and then grip her up by the neck. Like, shut up, bitch! Next time your girlfriend says, let's go movies. No! No movies! I'm locked in, I'm in the trenches, I'm getting rich. Stand by me and enjoy the fruits of my labor. Or be gone! ആ വീഡിയോസ് കാണുമ്പോൾ അവന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവനൊരു ആശ്വാസം കിട്ടുന്നു. കാരണം ആൻഡ്രൂ ടേറ്റിനെ പോലുള്ളവർ അവിടെ അവന്റെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നു. എന്താണ് ആ സൊല്യൂഷൻ? സ്ത്രീകൾ പുരുഷന്മാരുടെ പ്രോപ്പർട്ടിയാണ്, അവരെ അടക്കി ഭരിക്കാൻ ആണിന് കഴിയണം. ഞാൻ അത് ചെയ്യാത്തത് കൊണ്ടാണ്, എന്റെ ഗേൾ ഫ്രണ്ടിന് ഫ്രീഡം കൊടുത്തത് കൊണ്ടാണ് അവൾ എന്നെ ബ്രേക്കപ്പ് ചെയ്തത്. ഇതാണ് അവന് കിട്ടുന്ന സൊല്യൂഷൻ. അത് തെറ്റാണ്, ഭൂലോക മണ്ടത്തരമാണ്. അത് പറയുന്ന ആൾ സെക്സ് ട്രാഫിക്കിങ്ങിന്റെ കേസിൽ വരെ കുടുങ്ങിക്കിടക്കുന്നയാളാണ് എന്നതൊന്നും അവനൊരു പ്രശ്നമേ അല്ല. അവന്റെ അപ്പോഴത്തെ മാനസിക സംഘർഷത്തിൽ നിന്ന് ആൻഡ്രൂ ടേറ്റ് കാരണം അവന് രക്ഷപ്പെടാൻ പറ്റി. അതുകൊണ്ട് അവന് അയാളോടൊരു റെസ്പെക്ട് തോന്നുന്നു, അയാളാണ് ശരി എന്ന് തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ പ്രശ്നം അവിടെ ശരിക്കും തുടങ്ങുകയാണ്. കാരണം ആൻഡ്രൂ ടേറ്റിനെ പോലുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അവൻ അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും ഗേൾ ഫ്രണ്ടിനോട് പെരുമാറുക എന്നത് ഊഹിക്കാവുന്നതേയുള്ളൂ. സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും അടിമകളായി, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയായി ട്രീറ്റ് ചെയ്യപ്പെടാൻ താല്പര്യപ്പെടില്ല. അതുകൊണ്ട് അവനുമായുള്ള ബന്ധം അധികകാലം നീണ്ടു നിൽക്കില്ല. അപ്പൊ പിന്നെ ഒരു നല്ല റിലേഷൻഷിപ്പ് സെറ്റാകുക എന്നത് അവന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ ഫ്രസ്ട്രേഷൻ പിന്നെയും അവനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. ഇതിന് പകരം മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സഹോദരൻ, സഹോദരി, അച്ഛൻ, അമ്മ, ടീച്ചേഴ്സ് ഇവരാരെങ്കിലും ഒക്കെ അവന് നല്ല സപ്പോർട്ട് നൽകി. പലപ്പോഴും റിലേഷൻഷിപ്പ് വർക്ക് ആകണമെന്നില്ല. ബ്രേക്കപ്പ് സമയത്ത് വിഷമം തോന്നുന്നത് നോർമലാണ്. ഇനി തെറ്റ് മറ്റേ ആളുടേതാണെങ്കിലും ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത്. നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് എന്നിങ്ങനെയുള്ള ഫ്യൂച്ചറിൽ ഹെൽപ്ഫുൾ ആയ അഡ്വൈസും സപ്പോർട്ടും കൊടുത്തിരുന്നെങ്കിൽ അവൻ ആൻഡ്രൂ ടേറ്റിനെ പോലുള്ളവരുടെ വലയിൽ ചെന്ന് വീഴില്ലായിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ആൺകുട്ടികളുടെ പ്രശ്നങ്ങൾ വേണ്ടത്ര സംസാരിക്കാത്തത് കൊണ്ട് റോങ് ആയ ആളുകൾ അത് ഹൈജാക്ക് ചെയ്ത് അതിനെ വലിയൊരു സോഷ്യൽ ഇഷ്യൂ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് വളരെ കൂടുതലാണ്. അതായത് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ തോന്നുന്നത് കൊണ്ടാണല്ലോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് തോന്നാൻ കാരണം എന്താണ്? അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതല്ലേ. മസ്കുലിനിറ്റി അഥവാ പുരുഷത്വം എന്നതിനെ
പറ്റി നമ്മളിപ്പോൾ കുറെ എഴുത്തുകളും ചർച്ചകളും കേൾക്കാറുണ്ട്. നല്ലൊരു ശതമാനം ആൺകുട്ടികളും പല പുരുഷന്മാരും ഇന്ന് മസ്കുലിനിറ്റിയെ ടോക്സിക് മസ്കുലിനിറ്റിയായി കൺഫ്യൂസ് ചെയ്ത് ആകെ പ്രശ്നത്തിലാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഹസ്ബൻഡും വൈഫും രണ്ടുപേരും ജോലി ചെയ്യുന്നു. വൈഫ് പ്രഗ്നന്റ് ആകുന്നു. ആ സമയത്തെ ശാരീരിക പ്രശ്നങ്ങൾ കാരണം വൈഫ് കുറച്ചു കാലത്തേക്ക് ലീവ് എടുക്കാൻ തീരുമാനിക്കുന്നു. ഇവിടെ ഹസ്ബൻഡ് അതിനെ സപ്പോർട്ട് ചെയ്ത് ഫാമിലിക്ക് വേണ്ടി കൂടുതൽ സമയം ജോലി ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒപ്പം വൈഫിനെ കെയറും ചെയ്യുന്നു. എന്റെ അഭിപ്രായത്തിൽ അത് റിയൽ മസ്കുലിനിറ്റിയാണ്. ഇനി ഞാനൊരു റീൽ കാണിക്കാം. ഈ റീലിൽ കാണിക്കുന്നത് ടോക്സിക് മസ്കുലിനിറ്റിയാണ്. ഞാൻ ജോലി ചെയ്ത് ചത്തുപോയാലും വേണ്ടില്ല, എന്റെ വൈഫിനെ ജോലിക്ക് വിടില്ല എന്നാണ് ബേസിക്കലി ഷുഗർ കോട്ട് ചെയ്ത് അയാൾ പറയുന്നത്. അയാളുടെ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് വരുന്ന ടോക്സിക് മസ്കുലിനിറ്റിയാണ് അവിടെ അയാൾ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ആൺകുട്ടികൾക്ക് മസ്കുലിനിറ്റി നല്ലതാണ്, അതിലൊരു പ്രശ്നമേ ഇല്ല, എന്നാൽ ടോക്സിക് മസ്കുലിനിറ്റി പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? നമ്മളത് ചെയ്യാത്തത് കൊണ്ട് കൂടിയല്ലേ അവർ ടോക്സിക് മസ്കുലിനിറ്റിയെ യഥാർത്ഥ മസ്കുലിനിറ്റിയായി തെറ്റിദ്ധരിക്കുന്നത്. ഇനി ഈ ഒരു റീൽ കാണും. Girls have the power to change the world. It is a fact, and yet today, girls are more likely than... ഇതിന് 6 ലക്ഷത്തിലധികം ലൈക്സ് ഉണ്ട്. കമന്റ്സ് കൂടി വായിച്ചാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. സ്ത്രീകളെ അപമാനിക്കുന്നതാണ് മസ്കുലിനിറ്റി എന്ന് വിശ്വസിക്കുന്ന, ടോക്സിക് മസ്കുലിനിറ്റി ആഘോഷിക്കുന്ന കുറെ ചെറുപ്പക്കാരെ നമുക്കവിടെ കാണാം. അവരിൽ പലരും ആൻഡ്രൂ ടേറ്റിനെ പോലുള്ളവരുടെ ഫാൻസുമായിരിക്കും. ആ ചെറുപ്പക്കാർക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവരെ കൂടെ ഇരുത്തി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ ആരും ഇല്ലാതിരുന്നത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ അവർ ടോക്സിക് മസ്കുലിനിറ്റിയെ എന്തോ ഒരു സംഭവമാണെന്ന് കരുതി ഇങ്ങനെ ആഘോഷിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണിത്. ഇൻസ്റ്റാഗ്രാം തുറന്നാൽ 90% നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ചവറുകളാണ്. അതൊന്നും കാണിക്കാതിരിക്കുക എന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയ ഒരു കാര്യമല്ല. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആൻഡ്രൂ ടേറ്റിനെ പോലുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വന്നാൽ ഇയാൾ എന്ത് ഊളത്തരമാണ് ഈ പറയുന്നത് എന്ന് നമ്മുടെ ആൺകുട്ടികൾ ചിന്തിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ എഴുത്തുകാരന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ആൺകുട്ടികൾ നേരിടുന്ന പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നത്തെ കുറച്ച് കാണുക എന്നതല്ല. ഇതൊരു സീറോ സം ഗെയിം അല്ല. അതായത് നമ്മൾ ആൺകുട്ടികളുടെ പ്രശ്നത്തെ കുറിച്ച് സംസാരിച്ച് അവർക്ക് അതിന്റെ ഗുണം കിട്ടിയാൽ അതുകൊണ്ട് പെൺകുട്ടികൾക്ക് പ്രശ്നമല്ല ഉണ്ടാവുക. മറിച്ച് നമ്മൾ ആൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കി അതിനെ അഡ്രസ് ചെയ്താൽ അത് അവർക്ക് ചുറ്റിലും ജീവിക്കുന്ന പെൺകുട്ടികൾക്കും മുഴുവൻ സമൂഹത്തിനും വലിയ ഗുണമായിരിക്കും ചെയ്യുക. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.